നമസ്കാരം. MGM റേഡിയോ ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആലിയ എസ്ഹക് 7Dയിൽ നിന്നും. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാൻ വന്നിരിക്കുകയാണ്. സൂര്യനും ചന്ദ്രനും എന്നാണ് കഥയുടെ പേര്. ഞങ്ങൾ മലയാളം ക്ലാസ്സിൽ വള്ളത്തോൾ സാറിൻ്റെ സാഹിത്യമഞ്ജരി 1-ാം ഭാഗത്തിലെ ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത പഠിച്ചപ്പോൾ സൂര്യനും ചന്ദ്രനും ചക്രവാളത്തിൽ ഒരു നിമിഷം കണ്ടുമുട്ടുമ്പോൾ എന്തെല്ലാം പറയും എന്ന് അനിത ടീച്ചർ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചിന്തയാണ് ഈ കഥ. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ഒരു കുട്ടിയും അവൻ്റെ രോഗിയായ അമ്മയുമാണ്. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ ജീവിതത്തിൽ എങ്ങനെ വെളിച്ചമാകും എന്നാണ് ഈ കഥ പറയുന്നത്. സൂര്യനും ചന്ദ്രനും എന്നും അവരുടെ ദിവസം കഴിയാറാകുമ്പോൾ കണ്ടുമുട്ടാറുണ്ട്. സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോഴും ചന്ദ്രൻ ഉദിക്കാൻ തുടങ്ങുമ്പോഴും ഇരുവരും അല്പനേരം സംസാരിക്കും. അന്ന് ഭൂമിയിൽ കണ്ട കാഴ്ചകളെപ്പറ്റി, സങ്കടത്തെപ്പറ്റി അവർ പരസ്പരം പങ്കുവെക്കും. ഒരു ദിവസം ചന്ദ്രൻ സൂര്യനെ കണ്ടു. പതിവ് പോലെ സൂര്യൻ നല്ല സന്തോഷത്തിലായിരുന്നില്ല. മുഖം വാടിയിരുന്നു. അവർ കുറച്ചുനേരം സംസാരിച്ചു. പിന്നെ രണ്ടുപേരും മടങ്ങി. പക്ഷേ 2 ദിവസമായിട്ട് സൂര്യൻ നല്ല വിഷമത്തിലാണ്. അത് ചന്ദ്രനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. അവസാനം ചന്ദ്രൻ ചോദിച്ചു, "എന്തു പറ്റി സൂര്യ? നീ എന്താണ് ഇത്രയും വിഷമിച്ചു നിൽക്കുന്നത്? നിന്റെ വെളിച്ചത്തിന് പോലും പഴയ തിളക്കമില്ലല്ലോ." സൂര്യൻ ഒരു ദീർഘനിശ്വാസമിട്ട് പറഞ്ഞു, "ചന്ദ്ര, ഞാൻ പകൽ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ മിക്ക ദിവസവും കാണാറുള്ളത് മനുഷ്യരുടെ ചിരിയും സന്തോഷങ്ങളുമാണ്. കളിക്കുന്ന കുട്ടികളെ, പണിയെടുക്കുന്ന അച്ഛന്മാരെ, സ്നേഹമുള്ള അമ്മമാരെ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷമാകും. പക്ഷേ ഇന്നലെ ഞാൻ കണ്ട കാഴ്ച വളരെ സങ്കടകരമായിരുന്നു." "അതെന്തു പറ്റി?" ചന്ദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. "ഒരു കുട്ടിയെ ഞാൻ കണ്ടു. അവൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണ്. ചികിത്സയ്ക്ക് വേണ്ടി പണമില്ല. ആ കുട്ടി ആരോടൊക്കെയോ കാശ് ചോദിച്ചു നടക്കുന്നു. പക്ഷേ ആരും കാശ് കൊടുക്കാൻ തയ്യാറല്ല. ആ കുട്ടിയുടെ കണ്ണിലെ കണ്ണീരും നിസ്സഹായതയും കണ്ടപ്പോൾ എൻ്റെ ഹൃദയം നൊന്തു. എനിക്ക് വെളിച്ചം നൽകാൻ പോലും തോന്നിയില്ല." ചന്ദ്രൻ അല്പനേരം മിണ്ടാതെ നിന്നു. എന്നിട്ട് പറഞ്ഞു, "വിഷമിക്കേണ്ട സൂര്യ, ഈ ഭൂമിയിൽ ഇപ്പോഴും നല്ല മനുഷ്യരുണ്ട്. ഒരു നല്ല മനുഷ്യൻ തീർച്ചയായും ആ കുട്ടിയെ സഹായിക്കും." 2 ദിവസം കഴിഞ്ഞു. സൂര്യൻ ഇത്തവണ നല്ല തിളക്കത്തോടെയാണ് ചന്ദ്രനെ കണ്ടത്. അവൻ്റെ മുഖത്ത് ഒരു പ്രത്യേക സന്തോഷമുണ്ടായിരുന്നു. ചന്ദ്രൻ ചോദിച്ചു, "എന്താ സൂര്യ, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ?" സൂര്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "അതേ ചന്ദ്ര, ഞാൻ പറഞ്ഞ ആ കുട്ടിയെ ഓർമ്മയുണ്ടോ? അവനെ ഒരു നല്ല മനുഷ്യൻ സഹായിച്ചു. അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ട കാശ് മുഴുവൻ ആ മനുഷ്യൻ കൊടുത്തു. ആ കുട്ടിയുടെയും അമ്മയുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളം നിറഞ്ഞു." ചന്ദ്രൻ പറഞ്ഞു, "കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള മനുഷ്യരാകാൻ നമുക്ക് ശ്രമിക്കണം. സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന മനുഷ്യർ." സൂര്യൻ തലയാട്ടി. "ശരിയാണ്, ആ കുട്ടിയും അമ്മയും ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ കുട്ടിയെ സഹായിച്ച പോലെ നമ്മൾ എല്ലാവരെയും സഹായിക്കണം. കാരണം നമ്മൾ ഓരോരുത്തരും ഒരു സൂര്യനെ പോലെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചമാകണം." അന്ന് മുതൽ സൂര്യനും ചന്ദ്രനും കൂടുതൽ തിളക്കത്തോടെ ഭൂമിയെ നോക്കി. കാരണം അവർക്കറിയാം, ഇരുട്ട് എത്ര വലുതായാലും ഒരു ചെറിയ വെളിച്ചം മതി അതിനെ മായ്ക്കാൻ. ഈ കഥ നിങ്ങളുടെ മനസ്സിൽ ഒരു ചെറിയ വെളിച്ചമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.